പശ്ചിമേഷ്യയുടെ അന്തരീക്ഷം അനുദിനം കലുഷിതമാവുകയാണ്. യുഎസിനെ മറക്കാനാവാത്ത പാഠങ്ങൾ പഠിപ്പിക്കുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖാംനെയി. ഇറാനും യുഎസും തമ്മിൽ കഴിഞ്ഞ മാസം ഒപ്പുവെച്ച ഇടക്കാല കരാറിലെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒപ്പ് മൂല്യമില്ലാത്തതും അസാധുവുമാണെന്ന് മുജ്തബ ഖാംനെയുടെ എക്സ്പോസ്റ്റ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണാപത്രം യുഎസ് തുടർച്ചയായി ലംഘിച്ചതിനെ തുടർന്നാണ് ഖാംനെയുടെ പുതിയ പ്രതികരണം. ഈ മാസം യുഎസ് നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 50 പേർ കൊല്ലപ്പെടുകയും 500-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇടക്കാല കരാറിലെ തങ്ങളുടെ ബാധ്യതകൾ മരവിപ്പിക്കുകയാണെന്ന് ഇറാനിയൻ പ്രതിനിധി നേരത്തെ അറിയിച്ചിരുന്നു. ശനിയാഴ്ച വീണ്ടും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതോടെ സാത്താൻ എന്ന് വിശേഷിപ്പിച്ച യുഎസിനെ മറക്കാനാവാത്ത പാഠങ്ങൾ പഠിപ്പിക്കുമെന്ന് ഖാംനെയി മുന്നറിയിപ്പ് നൽകി. തുടർച്ചയായ 7-ാം ദിവസവും ഇറാനിൽ യുഎസ് ആക്രമണം തുടരുകയാണ്. നിരീക്ഷണ കേന്ദ്രങ്ങൾ, ഭൂഗർഭായുധ സംഭരണശാലകൾ, സമുദ്ര സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ആഗോളതലത്തിൽ അസംസ്കൃത എണ്ണയുടെ 1/5 കടന്നു പോകുന്ന ഹുർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയാണ് സംഘർഷം രൂക്ഷമായിരിക്കുന്നത്. ഈ ആക്രമണങ്ങൾ കുടിവെള്ളത്തിനായുള്ള ഡീസാലിനേഷൻ പ്ലാന്റുകൾ ഉൾപ്പെടെയുള്ള സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകളെയും സാധാരണ ജനങ്ങളെയും വലിയ ഭീഷണിയിലാക്കിയിരിക്കുകയാണ്. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ വീണ്ടും ആശങ്കയിലാക്കുകയാണ്. പുതിയ സാഹചര്യത്തിൽ അമേരിക്കയും കനത്ത ആശങ്കയിലാണ്. പശ്ചിമേഷ്യയിലും പുറത്തുമുള്ള അമേരിക്കൻ കേന്ദ്രങ്ങൾക്കു നേരെ അപ്രതീക്ഷിത ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് യുഎസ് മുന്നറിയിപ്പ് നൽകി. ലോകമെമ്പാടുമുള്ള അമേരിക്കക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ വിദേശത്തുള്ള യുഎസ് സൈനിക കേന്ദ്രങ്ങളെയോ ആസ്തികളെയോ ലോകമെമ്പാടുമുള്ള അമേരിക്കക്കാരെയോ ലക്ഷ്യം വെച്ചേക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വിമാന റദ്ദാക്കലുകളും വ്യോമാതിർത്തി അടച്ചിടലും യാത്രാ തടസ്സങ്ങൾക്ക് കാരണമായേക്കാമെന്നും യുഎസ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. എല്ലാ സമവാക്യങ്ങളും ലംഘിച്ച ട്രംപിന്റെ നയങ്ങൾ പശ്ചിമേഷ്യയുടെ സമാധാനം ഇല്ലാതാക്കുക തന്നെയാണ്.